നല്ല ചൂട് വെള്ളയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റ്യൂ റെസിപ്പിയാണ്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കട്ട് ചെയ്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, സവോള ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ബ്രോക്കോളിയോ ഗ്രീൻ പീസോ ബീൻസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 7-8 കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഒരു വിസിലിൽ കൂടുതലായി എന്ത് പറ്റുമെന്ന് ഞാൻ പറയണ്ടല്ലോ, മറക്കരുത്, ഒരു വിസിൽ കേട്ടോ. അപ്പോൾ ഒരു വിസിലിൽ വേവട്ടെ. ആ സമയം കൊണ്ട് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കണേ. ഇതാ വിസിൽ വന്നു, പ്രഷറൊക്കെ കളഞ്ഞ് ഞാൻ തുറന്ന് നമ്മുടെ കശുവണ്ടിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളക്കിയിട്ട് ആ സമയം കൊണ്ട് കശുവണ്ടി അരച്ചിട്ടെടുക്കണം. കശുവണ്ടി അരച്ചതും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറുകി വന്നതിന് ശേഷം മല്ലിയിലയും കൂടി തൂവി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക, ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഒന്ന് കുറച്ച് സമയം അടച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ല വെള്ളയപ്പോ അല്ലെങ്കിൽ നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെയോ സെർവ് ചെയ്യാമെന്നാണ്. എനിക്കെന്തായാലും വെള്ളയപ്പമാണ്, ഞാൻ എന്തായാലും കഴിക്കട്ടെ. കമൻസൊക്കെ ഫീഡ്ബാക്സിൽ പറഞ്ഞോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.